ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. അതായത് കഴിഞ്ഞ ആഴ്ച ഡിസംബർ മാസം 11-ാം തീയതി മുതൽ 17-ാം തീയതി വരെ, അതായത് ഇന്ന് വരെ റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതുകൂടാതെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളുണ്ട്. അതായത് ഡിസംബർ മാസം 18-ാം തീയതി റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. മൊത്തം 15ഓളം റിലീസുകളാണ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നത്. പിന്നെ അത് ഏതൊക്കെ നോക്കാം നമുക്ക് ആദ്യം തന്നെ. ഒന്നാമത്തെ ഒരു സീരീസാണ്, ഒരു ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. വ്യൂഹം എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഒരു പിന്നെന്താ പറയുക, തെലുങ്ക് സീരീസാണ്. തെലുങ്ക് സീരീസ് ആണെങ്കിലും മറ്റു ഭാഷയിലൊന്നും അവൈലബിൾ ആയിട്ടില്ല. തെലുങ്ക് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ആമസോൺ പ്രൈമിൽ ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുണ്ട്. വ്യൂഹം എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അടുത്തത് ഒരു ഡോക്യുമെൻ്ററി ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. കൂസെ മുനിസാമി വീരപ്പൻ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. C5ലാണ് ഈ ഒരു സീരീസ് തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. -31 ദ നാഗ്പൂർ ഫയൽസ് ആണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ത്രില്ലർ മൂവിയാണ്, ഹിന്ദി മൂവിയാണ്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഹിന്ദി ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തത് ഒരു തമിഴ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. കിട എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. ഔട്ട് ഓഫ് ടൈം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹിന്ദി ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ജിയോ സിനിമയിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ്. രാക്ഷസ കാവ്യം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. തെലുങ്ക് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തൊരു സീരീസാണ്, ഒരു ഇംഗ്ലീഷ് സീരീസാണ്. ഒരു ആക്ഷൻ വിഭാഗത്തിലുള്ള ഒരു ഇംഗ്ലീഷ് സീരീസാണ്. റീച്ചർ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഈ ഒരു സീരീസിൻ്റെ സെക്കൻഡ് സീസണാണ്, രണ്ടാമത്തെ സീസണാണ് വന്നിട്ടുള്ളത്. മൾട്ടി ലാംഗ്വേജിലാണ് വന്നിരിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ എല്ലാ ഭാഷയിലും റിലീസ് ചെയ്തിട്ടുണ്ട്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു ആക്ഷൻ സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് സീസൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ട് നിങ്ങൾക്ക് വലിയ റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു തമിഴ് സിനിമയാണ്. തമിഴ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. റിവെഞ്ച് ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. മാർഗരി തിങ്കൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിമ്പിൾ സൗത്തിൽ അതുപോലെ തന്നെ ടെൻറ്റ് കോട്ട, ഈ രണ്ട് OTT പ്ലാറ്റ്ഫോമിലായിട്ടാണ് ഈ ഒരു തമിഴ് സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു മലയാള സിനിമയാണ്. ഒരു കടത്ത് നാടൻ കഥ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി സീരീസാണ്. ഹിന്ദി ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. ദ ഫ്രീ ലാൻസർ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഈ സീരീസിൻ്റെ സെക്കൻഡ് സീസണാണ്, രണ്ടാമത്തെ സീസണാണ് ഈ ഒരു സീരീസിൻ്റെ. അപ്പം ഈ ഒരു സീരീസ് ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളിലായിട്ടാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ സീരീസിൻ്റെ ഫസ്റ്റ് സീസൺ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. സെക്കൻഡ് സീസണും എന്തായാലും ഫസ്റ്റ് സീസൺ കാണാൻ വിചാരിച്ച ഒരു സീരീസാണ്. എന്നാലും കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അടുത്തൊരു കോമഡി ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ ഫാമിലി പ്ലാൻ എന്നാണ് സിനിമയുടെ പേര്. ആപ്പിൾ TV+ലാണ് ഈ ഒരു കോമഡി ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവി റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു മലയാളം മൂവിയാണ്. ഒരു കോമഡി ഫീൽ ഗുഡ് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. കല്യാണി പ്രിയദർശൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ശേഷം മൈക്കിൾ ഫാത്തിമ സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. മലയാളം ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു സീരീസാണ്. ലേബൽ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഈ ഒരു സീരീസിൻ്റെ ഒരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. ഈ ഒരു സീരീസിൻ്റെ 8ാമത്തെ എപ്പിസോഡാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. തമിഴ് ഭാഷ കൂടാതെ മലയാളം അടക്കം മൾട്ടി ലാംഗ്വേജിലാണ് ഈ ഒരു സീരീസിൻ്റെ മൊത്തം 8 എപ്പിസോഡുകൾ ഇപ്പോൾ വന്നു. ഡിസ്നി+ ഹോട്ട്സ്റ്റാറിലാണ് വന്നിരിക്കുന്നത്. മൊത്തം 10 എപ്പിസോഡുകളാണ് ഈ ഒരു സീരീസിനുള്ളത്. അപ്പോൾ അടുത്ത രണ്ടാഴ്ചകളായിട്ട് അടുത്ത എപ്പിസോഡുകൾ വരുന്നതാണ്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ്. സ്പാർക്ക് ലൈഫ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ആക്ഷൻ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഈ ഒരു സിനിമയുടെ തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ഹിന്ദി ഭാഷ എല്ലാം തോന്നുന്നു. തമിഴ്, മലയാളം, തെലുങ്ക് ഈ 3 ഭാഷകളാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു മലയാളം മൂവിയാണ്. മലയാളം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഒരു റോഡ് മൂവിയാണ്. വൈബൽ സെബി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. HR OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ HR OTT പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. ഇത്രയും റിലീസുകളാണ് കഴിഞ്ഞ ആഴ്ച 11-ാം തീയതി മുതൽ ഡിസംബർ മാസം 11-ാം തീയതി മുതൽ 17-ാം തീയതി വരെ ഇന്ന് വരെ റിലീസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് ഡിസംബർ മാസം 18-ാം തീയതി റിലീസ് ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന സിനിമകളൊക്കെ നോക്കാം. ഒരു സിനിമ മാത്രമേ 18-ാം തീയതി റിലീസ് ചെയ്യുന്നതായിട്ടുള്ളൂ. ഫാലിമി എന്നാണ് സിനിമയുടെ പേര്. മലയാള സിനിമയാണ്. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി മലയാളം ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളായി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ 15-ാം തീയതി ഡിസംബർ മാസം 15-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമയായിരുന്നു. പക്ഷേ അവർ അത് പോസ്റ്റ്പോൺ ചെയ്തു.
18-ാം തീയതിയിലേക്ക് മാറ്റിയതാണ്. അതായത് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ഈ ഒരു സിനിമ നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ്. ബേസിൽ ജോസഫ് ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. നല്ലൊരു സിനിമയായിരുന്നു. ഒരു ഫീൽ ഗുഡ് എൻ്റർടൈൻമെൻറ്റ് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. എന്നാലും കണ്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. തിയേറ്ററിൽ ഒരു വിജയിച്ച സിനിമയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടത്, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. പിന്നെ ഒരു തെലുങ്ക് ത്രില്ലർ മൂവിയുടെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഹിന്ദി സീരീസിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. സിനിമകളുടെ സീരീസിൻ്റെ ഒക്കെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുക, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.